ക്ലോക്ക് ക്ലോക്ക്, ഞാനാണ് ക്ലോക്കി. നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ. അപ്പോൾ കണ്ണുകളടച്ച് കഥ കേട്ടുകൊള്ളൂ. ഒരു സ്ഥലത്ത് ഒരു അമ്മയും ചോട്ടു എന്ന മകനും താമസിച്ചിരുന്നു. അമ്മ അടുത്തുള്ള വീടുകളിൽ ചെറിയ ചെറിയ ജോലിക്ക് പോയാണ് ചോട്ടുവിനെ പഠിപ്പിച്ചിരുന്നത്. അവരുടെ വീട്ടിൽ ഒരു കഴുതയുമുണ്ടായിരുന്നു. അമ്മയ്ക്കും ചോട്ടുവിനും ഈ കഴുതയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെയിരിക്കെ ആ ഗ്രാമത്തിൽ വലിയൊരു മഴ പെയ്തു. മഴയത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വെള്ളപ്പൊക്കത്തിൽ ഒത്തിരി സാധനങ്ങളും മൃഗങ്ങളും ഒഴുകിപ്പോയി. ഈ വെള്ളപ്പൊക്കത്തിൽ ചോട്ടുവിൻ്റെ വീടിനും നാശനഷ്ടം സംഭവിച്ചു. വീട് നന്നാക്കാനോ ചോട്ടുവിൻ്റെ അമ്മയുടെ കയ്യിൽ കാശുമില്ല. എന്തു ചെയ്യുമെന്ന് വിഷമിച്ചിരുന്നപ്പോഴാണ് അടുത്ത ഗ്രാമത്തിൽ പോയി കഴുതിയെ വിറ്റാൽ ഒത്തിരി കാശ് കിട്ടുമെന്ന് ചോട്ടുവിനും അമ്മയ്ക്കും മനസ്സിലായത്. അമ്മ ചോട്ടുവിനെ വിളിച്ചു. ചോട്ടു, ഇവിടെ വരൂ, അമ്മ ഒരു കാര്യം പറയട്ടെ. മഴയത്ത് നമ്മുടെ വീട് പൊളിഞ്ഞു പോയത് മോൻ കണ്ടില്ലേ? നമുക്ക് വീട് നന്നാക്കാൻ കഴുതിയെ വിൽക്കാം. ഇല്ലെങ്കിൽ ഇനി വരുന്ന വെള്ളപ്പൊക്കത്തിൽ നമ്മൾ ഒഴുകിപ്പോകും. കഴുതിയെ വിൽക്കാൻ ഇഷ്ടമില്ലെങ്കിലും നമ്മുടെ ചോട്ടു അമ്മ പറഞ്ഞത് സമ്മതിച്ചു. ശരി അമ്മേ, എങ്കിൽ നാളെ രാവിലെ തന്നെ നമുക്ക് പോകാം. വേഗം ഉറങ്ങിക്കൊള്ളൂ എന്ന് അമ്മ പറഞ്ഞു. ചോട്ടു ഉറങ്ങി. രാവിലെ തന്നെ ചോട്ടുവും അമ്മയും കൂടി കഴുതപ്പുറത്ത് യാത്ര ആരംഭിച്ചു. നടന്ന് നടന്ന് അവർ ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ഒരാൾ ഒരു കട നടത്തുന്നുണ്ടായിരുന്നു. ചോട്ടുവും അമ്മയും കഴുതയും കൂടി കടയിൽ വിശ്രമിക്കാനിരുന്നു. അപ്പോൾ കടക്കാരൻ ചോദിച്ചു, എവിടെ പോവുകയാണ്? അമ്മ പറഞ്ഞു, ഞങ്ങൾ കഴുതയെ വിൽക്കാൻ അടുത്ത ഗ്രാമത്തിൽ പോവുകയാണ്. അപ്പോൾ കടയുടമ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി ഈ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്താൽ ഗ്രാമത്തിലെത്തുമ്പോഴേക്കും കഴുത ക്ഷീണിക്കും, നല്ല വില കിട്ടില്ല. ഇത് കേട്ടപ്പോൾ ശരിയാണെന്ന് ചോട്ടുവിനും അമ്മയ്ക്കും തോന്നി. അവർ വീണ്ടും നടന്നു തുടങ്ങി. അപ്പോൾ അമ്മ പറഞ്ഞു, കടക്കാരൻ പറഞ്ഞത് കേട്ടില്ലേ? നമ്മൾ രണ്ടുപേരെയും താങ്ങാൻ ഈ കഴുതയ്ക്കാകില്ല. മോൻ കഴുതപ്പുറത്ത് കയറിയിരുന്നുള്ളൂ, ഞാൻ നടക്കാം. ശരി അമ്മേ എന്ന് ചോട്ടു പറഞ്ഞു. അവർ അങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു വൃദ്ധനിരിപ്പുണ്ടായി. ആ വൃദ്ധൻ ചോട്ടുവിനോട് ചോദിച്ചു, ഈ പയ്യൻ, നിനക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ. ഈ പ്രായമായ അമ്മയെ നടത്തിക്കാൻ നിനക്ക് നാണമില്ലേ? നിന്റെ മനസ്സിത്ര കഠിനമാണ്. ഇത്രയും പറഞ്ഞ് അയാൾ നടന്നുപോയി. ഇത് കേട്ട് മുഖത്തോട് മുഖം നോക്കി ചോട്ടു പറഞ്ഞു, അമ്മ കഴുതപ്പുറത്ത് കയറൂ, ഞാൻ നടക്കാം. ശരിയെന്ന് പറഞ്ഞു അമ്മ കഴുതപ്പുറത്ത് കയറി നടപ്പാരംഭിച്ചു. അങ്ങനെ നടക്കുമ്പോഴാണ് ആ വഴി ഒരു സ്ത്രീ നടന്നു വരുന്നത്. അവർ അമ്മയോട് ചോദിച്ചു, നിങ്ങൾ നല്ല ചെറുപ്പമല്ലേ? നടക്കാതെ കഴുതപ്പുറത്ത് സുഖമായിരുന്നിട്ട് മകനെ നടത്തിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു? ദൈവമേ, എന്തൊക്കെയാണിത്? വീണ്ടും അമ്മയും മകനും മുഖത്തോട് മുഖം നോക്കി. അമ്മ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി പറഞ്ഞു, വേണ്ട, ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നില്ല, നിന്റെ കൂടെ നടക്കാം. അമ്മയും ചോട്ടുവും കഴുതയും നടന്നു തുടങ്ങി. അങ്ങനെ പോകുമ്പോഴാണ് കുറേ കുട്ടികൾ നടന്നു വരുന്നത്. അവർ ഇവരെ കളിയാക്കി. ഒരു കഴുതയുണ്ടായിട്ടും പുറത്ത് കയറി സുഖമായി ഇരിക്കാതെ ഇതാ നടക്കുന്നു 3 കഴുതകൾ. ഇത്രയുമായപ്പോൾ ചോട്ടുവിൻ്റെയും അമ്മയുടെയും മനസ്സ് വിഷമിച്ചു. ആ ഗ്രാമത്തിൽ തന്നെ പകുതി വിലയ്ക്ക് അവർ ആ കഴുതയെ വിറ്റു. തിരികെ നടന്നു വരുമ്പോഴാണ് അവർ ഒരു സന്യാസിയെ കാണുന്നത്. അവർ ആ സന്യാസിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സന്യാസി ചോദിച്ചു, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് മനസ്സു മാറ്റി യാത്ര പകുതിയിൽ അവസാനിപ്പിച്ചപ്പോൾ നഷ്ടം ആർക്കാണ് സംഭവിച്ചത്? ഞങ്ങൾക്ക് പകുതി കാശേ കിട്ടിയോളൂ. ഈ കാശുകൊണ്ട് വീട് നന്നാക്കാൻ തികയില്ല, സന്യാസി പറഞ്ഞു. ചോട്ടുവിന് മറുപടിയായി. സന്യാസി പറയുകയാണ്, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കണ്ടു നിൽക്കുന്നവർ പല അഭിപ്രായങ്ങളും പറയും. എന്നാൽ അതെല്ലാം ചെയ്യാൻ നോക്കിയാൽ നഷ്ടം നമുക്ക് മാത്രം. നമ്മളോട് സ്നേഹമുള്ളവരുടെ വാക്കുകൾക്ക് വില നൽകി സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ചാൽ നഷ്ടം നമുക്ക് മാത്രമാണ്. ഇത് കേട്ട് ചോട്ടുവും അമ്മയും തലയാട്ടി തിരികെ ഗ്രാമത്തിലേക്ക് നടന്നു. എങ്ങനെയുണ്ടായിരുന്നു കഥ? ഇഷ്ടമായോ? ഈ കഥയിലെ സന്യാസി പറഞ്ഞ പോലെ നിങ്ങളും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന
സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമ്മൾ എന്തൊക്കെ ചെയ്താലും ചിലർ കുറ്റപ്പെടുത്താൻ ചുറ്റിനും ആളുകളുണ്ടാകും. കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം പുതിയ കഥയുമായി വരാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.